ഹലോ എവരിവൺ, എജു ഡൊമൈൻ്റെ പുതിയ ഒരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡിഗ്രി മെയിൻ എക്സാമുകളുടെയൊക്കെ ഡേറ്റ് വന്ന് തുടങ്ങി. അതുപോലെ തന്നെ VFA എക്സാമിൻ്റെ ഒക്കെ ഡേറ്റ് വന്നു. ഇപ്പോൾ ഡിഗ്രി മെയിൻസ് നോക്കുകയാണെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടറും ജയിലർ എക്സാമുകൾ സെപ്റ്റംബറിൽ നടക്കുന്നുണ്ട്. അതുപോലെ ഒക്ടോബറിലാണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും SPCA മെയിൻസുകൾ എന്ന് പറഞ്ഞു. അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്താണെന്നുള്ള സിലബസും നമുക്ക് വന്നു തുടങ്ങി. എന്തൊക്കെ ടോപ്പിക്ക് പഠിക്കണം, എന്താണ് സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ളതൊക്കെ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇൻഫർമേഷൻ കിട്ടി. ഇനി നമുക്ക് വരാനുള്ള SIയുടെ ഡേറ്റും അതുപോലെ തന്നെ കമ്പനി ബോർഡ് എക്സാമിന്റെ ഡേറ്റുമാണ് ഇനി നമുക്ക് വരാനുള്ളത്. അപ്പോൾ ഇനിയും മെയിൻസ് എക്സാമുകൾക്ക് പഠിച്ചു തുടങ്ങാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാം. കാരണം സമയം വളരെ കുറവാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ 3 മാസം കുറവാണ് സമയം. അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ നോക്കുന്ന ആളുകളാണെങ്കിൽ 2 മാസം പോലും ഇനി സമയം കിട്ടില്ല. അപ്പോൾ റിസൾട്ട് വരട്ടെ എന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം, ഇനി അങ്ങോട്ട് പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന എക്കണോമിക് സബ്ജക്റ്റിലെ ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് നോക്കാനുള്ളത്. എക്കണോമിക്സ് എന്ന് പറയുന്നത് പ്രിലിംസ് എക്സാമുകൾക്കും മെയിൻസ് എക്സാമുകൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആ ഒരു സബ്ജക്റ്റിലെ ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ പല ടൈപ്പ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ ഇക്കണോമിക് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് കൂടുതലും എന്താണ്, ഒരു ഫാക്ച്വൽ ഓറിയന്റഡ് ടോപ്പിക് അല്ലെങ്കിൽ ഫാക്ച്വൽ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുക. കാരണം ഇപ്പോൾ പൊതുവെ 5 ഇയർ പ്ലാനുകളെ പറ്റി ചോദിക്കും. അതുപോലെ ഇന്ത്യയിൽ പ്ലാന്റ് എക്കണോമി ആവാൻ കാരണമായിട്ട് പ്രധാനപ്പെട്ട ഈവന്റുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മുന്നോട്ട് വെച്ച പ്ലാനുകൾ എന്തൊക്കെയാണ്. അതായത് നമ്മൾ ഫിക്കി പ്ലാൻ, അതുപോലെ തന്നെ കോൺഗ്രസ് പ്ലാൻ, അങ്ങനെ പല പ്ലാനുകളൊക്കെ ഉണ്ട്. ഈ പ്ലാനുകളൊക്കെ ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ പ്ലാന്റ് എക്കണോമി ആയിട്ട് മാറിയത്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അങ്ങനെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത്. അതുപോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എന്താണ് ഇക്കണോമിക് പ്ലാനിങ് എന്നുള്ളതും ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങും നോക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 5 ഇയർ പ്ലാനിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യും. ഇനി ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഒരു വേർഡാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മളൊരു സ്ഥലത്തോട്ട് ടൂർ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടൂർ പ്ലാൻ ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊരു മാസത്തെ വരവ് ചെലവുകൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻകം ആൻഡ് എക്സ്പെൻസ് എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യാറുണ്ട്. അതായത് നമുക്ക് അടുത്ത മാസം ഇത്ര രൂപ വരുമാനമുണ്ട്, അപ്പൊ നമുക്ക് ആ ഒരു വരുമാനം കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇന്ന സാധനങ്ങൾ വാങ്ങാം, അല്ലെങ്കിൽ ഇന്ന അതായത് നമുക്ക് വരുമാനം ഉണ്ടാകുമ്പോൾ എന്തായാലും പോകേണ്ട കുറെ ചെലവുണ്ടാകും. അല്ലാണ്ട് കുറെ പൈസ വേറെ നമുക്ക് അഡീഷണൽ വാങ്ങാം, ഇത്ര രൂപ സേവ് ചെയ്യാം. അങ്ങനെ പല ടൈപ്പ് പ്ലാനിങ്ങുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇക്കണോമിക് പ്ലാനിങ് ആണ്. ഇക്കണോമിക് പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ടെറിട്ടറിയുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു രാജ്യത്ത് പല ടൈപ്പുകളുള്ള റിസോഴ്സുകൾ ഉണ്ടാവും. റിസോഴ്സുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, ലാൻഡ് റിസോഴ്സ് ഉണ്ടാവും, വാട്ടർ റിസോഴ്സ് ഉണ്ടാവും, അല്ല മിനറൽ റിസോഴ്സുകൾ ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സുകൾ ഉണ്ടാവും. അങ്ങനെ പല ടൈപ്പിൽ എന്ത് ചെയ്യുന്നത് റിസോഴ്സുകളുണ്ട്. പക്ഷേ ഈ റിസോഴ്സുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇതൊക്കെ സ്കൈസ് റിസോഴ്സ് ആണ്. സ്കൈസ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. ഇത് നമുക്ക് വേണ്ടുവോളം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം യൂസ് ചെയ്യും തോറും അതിന്റെ ക്വാണ്ടിറ്റി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ലിമിറ്റഡ് റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട് ആ രാജ്യത്തിന് ഒരുപാട് ആവശ്യങ്ങൾ, അവിടുത്തെ ആളുകൾക്ക് ഒരുപാട് ഡിമാൻഡുകൾ ഉണ്ടാവും. ഈ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ റിസോഴ്സുകളൊക്കെ കുറച്ച് പ്രയോറിറ്റികൾ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് സ്ട്രാറ്റജിക് പ്രയോറിറ്റികൾ ഉണ്ട്. കാരണം ഇപ്പൊ ചില രാജ്യങ്ങളിൽ ഫുഡ് ആയിരിക്കും കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടുത്തെ റിസോഴ്സുകൾ കൂടുതൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കാർഷിക മേഖലകൾക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ലിമിറ്റഡ് റിസോഴ്സിനെ അവിടുത്തെ രാജ്യങ്ങളിലെ പ്രയോറിറ്റികൾ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിനെ അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അലോക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ അലോക്കേറ്റഡ് റിസോഴ്സുകൾ വളരെ ഇഫക്റ്റീവ് ആയിട്ട് നടക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി അതിനെ കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും, നമ്മൾ കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കുറച്ച് ടൈം പീരീഡിൽ നമ്മൾ കുറച്ച് ഗോൾസുകൾ വെച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ രാജ്യം എക്കണോമിക്കലി ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റ് GDP വളർച്ച വേണം, ഇന്ന സെക്ടേഴ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചുകൂടി ഡെവലപ്മെന്റ് കൊണ്ടുവരാം. അങ്ങനെ ആ ഗോൾസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു രാജ്യം ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അത് എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിന്റെ സെൻട്രൽ അതോറിറ്റി, അത് പ്ലാനിംഗ് പരിപാടികൾ അധികാരമുള്ള സെൻട്രൽ അതോറിറ്റിയോ അല്ലെങ്കിൽ ഗവൺമെന്റോ ചെയ്യുന്ന സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. ആ രാജ്യത്തെ റിസോഴ്സുകളെ വളരെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അതിന്റെ ബെനിഫിറ്റുകൾ ഇഫക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കുറച്ച് പ്രയോറിറ്റികൾ വെച്ചിട്ട് ആ റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യും. ആ പ്രയോറിറ്റികൾ വെച്ച് അലോക്കേറ്റ് ചെയ്ത റിസോഴ്സുകളിന്മേൽ വളരെ എഫക്റ്റീവായിട്ട് എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ എന്ന് കോർഡിനേറ്റ് ചെയ്യും. അങ്ങനെ കോർഡിനേറ്റ് ചെയ്തിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ് ആൻഡ് സൊസൈറ്റി ഗോൾസ് അച്ചീവ് ചെയ്യുക. ഇതാണ് ശരിക്കും ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പല ടൈപ്പിലുള്ള റിസോഴ്സുകൾ ഉണ്ടാവും. ആ റിസോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മുടെ രാജ്യം വളരാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ നോട്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് അഗ്രികൾച്ചർ സെക്ടറാണ് കുറച്ചുകൂടി ഡെവലപ്പ് ആക്കുന്നത്. അഗ്രികൾച്ചർ സെക്ടർ ഡെവലപ്പ് ആക്കിയ ശേഷം മറ്റ് സെക്ടേഴ്സ് ഡെവലപ്പ് ആക്കാം. ഇപ്പൊ നമ്മൾ 5 ഇയർ പ്ലാൻ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ നമ്മൾ എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്? അഗ്രികൾച്ചറാണ്. കാരണം ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അഗ്രികൾച്ചർ സെക്ടർ സേഫ് ആക്കിയിട്ട് പിന്നെ മറ്റു സെക്ടേഴ്സിലായിട്ട് സേഫ് ആക്കുക. കാരണം അന്ന് ഫുഡ് ആയിരിക്കും റിക്വയർമെന്റ്. അപ്പൊ നമ്മൾ റിസോഴ്സ് കൂടുതൽ അവിടെ അലോക്കേറ്റ് ചെയ്തിട്ട് അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്ത് രാജ്യത്തിന് ഒരു ഡെവലപ്മെന്റൽ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഇക്കണോമിക് പ്ലാനിങ് കൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. ഇതാണ് ശരിക്കും ബേസിക്കലി ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എക്കണോമിക് പ്ലാനിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇപ്പൊ നമ്മളൊരു എന്തൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിനെന്തുണ്ടാവും? ഒരു ലക്ഷ്യം ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടൂർ പ്ലാൻ ചെയ്യുകയാണ് വിചാരിച്ചോ. ടൂർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതെന്താ നമ്മൾ ടൂർ പ്ലാൻ ചെയ്തത്? വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ 2 ദിവസം ടൂർ പോവുകയാണെങ്കിൽ ആ 2 ദിവസം ടൂർ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ മാക്സിമം പിന്നെ നമ്മൾ എന്ത് എക്സ്പ്ലോർ ചെയ്യുക. അതിന് കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് നമ്മൾ ഫിനാൻസ് മാനേജ് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾക്ക് ഒരു 10,000 ബഡ്ജറ്റിലേക്ക് ടൂർ പോവുക. നമ്മൾ പോലെ തായ്ലാൻഡിലോട്ടോ അല്ലെങ്കിൽ ടൂറൊക്കെ പോകണമെങ്കിൽ 10,000 ബഡ്ജറ്റിലാണ് പോകണമെങ്കിൽ ആ 10,000 രൂപ വളരെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ തായ്ലാൻഡ് കണ്ടുവരണം. അതിന് നമ്മൾ ടൂർ പ്ലാൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ രാജ്യത്തിന്റെ എക്കണോമിക് പ്ലാൻ ചെയ്യുമ്പോൾ അതിന് പല ടൈപ്പിലുള്ള എന്ത് ഉണ്ടാവും? അതിന് ഒബ്ജക്റ്റ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് വന്നത് എക്കണോമിക് ഗ്രോത്ത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ട് വളരുക എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ്, അതിന്റെ ഗ്രോത്ത് ആയിട്ട് നമ്മൾ പറയുന്നത് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് നമുക്ക് പറയാം. എക്കണോമിക് സ്റ്റെബിലിറ്റി. അതുപോലെ തന്നെ പോവർട്ടി അലിവിയേഷൻ. അതായത് നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യണം? രാജ്യത്ത് കുറച്ചുകൂടി പോവർട്ടിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർ അതിന് കരകയറ്റി. അതായത് നമ്മുടെ രാജ്യത്ത് വളരെ ഇഫക്റ്റീവായിട്ടൊരു പ്ലാൻ ഉണ്ട്. അതായത് നമ്മളെ റിസോഴ്സുകളെ ഉപയോഗിക്കാൻ നമുക്ക് ഇഫക്റ്റീവായിട്ട് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അത് വളരെ പിന്നെ ഇഫക്റ്റീവായിട്ട് നമ്മളെ ആ ഒരു റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമുക്ക് എക്കണോമിക്സ് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. എക്കണോമിക്സ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ, എക്കണോമിക്കലായിട്ടുള്ള ഗ്രോത്തുകൾ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ രാജ്യത്തോട്ട് വരും. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ രാജ്യത്തോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കുറെ പുതിയ പ്രൊഡക്ഷൻ പരിപാടികൾ വരും, പുതിയ കുറെ എക്കണോമിക് ആക്ടിവിറ്റീസ് വരും. അങ്ങനെ കുറെ പുതിയ എക്കണോമിക്സ് ആക്ടിവിറ്റീസ് വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ പുതിയ കുറെ ജോലികൾ ജനറേറ്റ് ചെയ്യും. അങ്ങനെ കുറെ ജോലികൾ ജനറേറ്റ് ചെയ്യാൻ കുറെ പേർക്ക് എന്ത് ചെയ്യും? ജോലി കിട്ടും. കുറെ പേർക്ക് ജോലി കിട്ടുമ്പോൾ അവർ ഫിനാൻഷ്യലി കുറച്ചും സ്റ്റേബിൾ ആവും. അങ്ങനെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുമ്പോൾ അവരുടെ ദാരിദ്ര്യത്തിൽ കുറച്ചും കൂടി മുന്നോട്ട് വരാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രോത്തും പോവർട്ടി അലിവേഷൻ എംപ്ലോയ്മെന്റ് ഒക്കെ എന്താ കുറച്ചുകൂടി ഇന്റർ കണക്റ്റഡ് ആണ് എന്നതാണ്. പിന്നെ നമുക്കൊരു കണ്ടിന്യൂസ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ അവിടെ എന്തും ആ രാജ്യത്തിന് എക്കണോമിക് സ്റ്റെബിലിറ്റിയും വരും എന്നതാണ്. പിന്നെ നമ്മൾ എക്കണോമിക് പ്ലാനിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മോഡേണൈസേഷൻ ആണ്. അതായത് രാജ്യത്ത് എന്താ ആധുനികവൽക്കരിക്കുക. അതായത് നമ്മൾ ട്രഡീഷണലിൽ നിന്നും കുറച്ചും കൂടി ഒരു ആധുനികമായിട്ട് ടെക്നോളജികൾ ഉപയോഗിക്കുന്ന രാജ്യമായിട്ട് മാറ്റുക എന്നുള്ളതാണ്. പിന്നെ സ്വയം പര്യാപ്തത. അത് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള സെൽഫ് സഫിഷ്യൻസി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇനിക്വാളിറ്റി, ഇൻകം ലെവലിലെ ഇനിക്വാളിറ്റി മാറ്റി ഒരു ഇൻകം ഇക്വാളിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിന്റെ മേജർ ഒബ്ജക്റ്റീവ്. അല്ലാണ്ട് നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് പറയാം, പക്ഷെ മേജർ ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ലോകത്ത് ഒരു പ്ലാൻ, ഒരു ഇക്കണോമിക് പ്ലാൻ മോഡൽ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് USA യിലാണ്. ഇപ്പോൾ 1900
2016 യു എസ് എ ടെന്നീസ് വാലി അതോറിറ്റി എന്ന് പറഞ്ഞ ഒരു അതോറിറ്റി നിർമ്മിച്ചു. അതായത് അവിടെ എന്ത് ചെയ്യും, കുറച്ച് ഫ്ലഡ് ഉണ്ടായപ്പോൾ ആ ഫ്ലഡിന് ആഫ്റ്റർ ഫ്ലഡ് കഴിഞ്ഞിട്ട് ടെന്നീസ് വാലി എന്ന സ്ഥലത്ത് ഫ്ലഡ് ഉണ്ടായി. അപ്പൊ ആ ഫ്ലഡ് കഴിഞ്ഞിട്ട് അവിടുത്തെ ആളുകൾ പുനരധിവസിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ യു എസ് ഗവൺമെന്റ് ചെയ്തു ഒരു അതോറിറ്റി നിർമ്മിച്ചു. ആ അതോറിറ്റി എന്ത് ചെയ്യുക, അത് പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലാനിംഗ് ഒക്കെ നിർമ്മിച്ചു, റീജിയൽ ലെവൽ പ്ലാനിംഗ് ഒക്കെ ഉണ്ടാക്കി അവിടുത്തെ ആളുകളെ പുനരധിവസിപ്പിക്കാൻ വെച്ചു എന്നുള്ള ആ ഒരു പ്ലാനിംഗ് പ്രോസസ് ഉണ്ട്. അതാണ് ലോകത്ത് ആദ്യമായിട്ട് നടന്നിട്ടുള്ള ഒരു പ്ലാനിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ 1916 യു എസ് എയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു റീജിയണൽ പ്ലാനിംഗ് അതോറിറ്റിയാണ് ടെന്നീസ് വാലി അതോറിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ലോകത്ത് ആദ്യത്തെ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. പിന്നെ നാഷണൽ ലെവൽ ആദ്യമായിട്ട് ഒരു പ്ലാനിംഗ് സ്റ്റാർട്ട് ചെയ്ത് USSR ഇന്നത്തെ റഷ്യ എന്ന് പറയുന്ന USSR 1928 അന്നത്തെ പ്രസിഡന്റ് ജോസഫ് സ്റ്റാലിനാണ് ആദ്യമായിട്ട് അവിടെ നാഷണൽ പ്ലാനിങ് എന്ത് ചെയ്തത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അവരവിടെ 5-year പ്ലാൻ ആണ് ഇംപ്ലിമെന്റ് ചെയ്തത്. അതായത് 5-year പ്ലാൻ മോഡലാണ് റഷ്യയിൽ എന്ത് ചെയ്യുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അങ്ങനെ 5 വർഷത്തേക്ക് ടാർഗറ്റ് വെച്ച് അവിടെ ഒരു പ്ലാനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 5-year പ്ലാന്റെ ഫാദർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോസഫ് സ്റ്റാലിനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ പ്ലാനിങ്ങിന്റെ എക്കണോമിക് പ്ലാനിന്റെ ഫാദർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ആരാണ്, ജോസഫ് സ്റ്റാലിനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്ലാനിങ്ങിന്റെ ആദ്യമായിട്ട് റീജിയൻ ലെവൽ പ്ലാനിംഗ് ആണ് ലോകത്ത് വന്നത്. അത് USA ആണ്. ടെന്നീസ് വാലി എന്ന് പറഞ്ഞ പ്രദേശത്ത് ഫ്ലഡ് ഉണ്ടായപ്പോൾ അതിന് അവിടെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. പിന്നെ നാഷണൽ ലെവലിലാണെങ്കിൽ റഷ്യയിലാണ് അല്ലെങ്കിൽ USSR ആദ്യമായിട്ട് നാഷണൽ ലെവൽ പ്ലാനിങ് ഉണ്ടായത് 1928 അവിടെ 5-year പ്ലാൻ ആണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഈ 5-year പ്ലാൻ കൊണ്ടുവന്ന ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന അന്നത്തെ പ്രസിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് എക്കണോമിക് പ്ലാനിങ് ആരാണെന്ന് ചോദിച്ചാൽ ജോസഫ് സ്റ്റാലിൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് പ്ലാനിങ്ങിന്റെ ഡിഫറെന്റ് ടൈപ്പുകളൊക്കെ ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത്, ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത് അവിടെ ഒരു രാജ്യത്ത് ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഒരു ടൈം പീരീഡ് വെച്ച് കുറച്ച് ടാർഗറ്റും ഡെവലപ്മെന്റ് ടാർഗറ്റും ഗോളുകളൊക്കെ വെക്കും. പക്ഷേ അവിടുത്തെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഉണ്ടാവും, പ്രൈവറ്റ് പ്ലേയേഴ്സ് മറ്റു ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള പിന്നെ മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ വെച്ച് അവർക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം, വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് മൂവ് ചെയ്യും. പക്ഷെ ഗവൺമെന്റ് വെച്ചിട്ടുള്ള പ്ലാൻസ് തന്നെ പോകണം എന്നില്ല. അപ്പൊ ഈ ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ പ്ലാനിങ് ആണ്. അവിടെ എന്താണ്, ഒരു സ്ട്രിക്റ്റ് നോംസ് ഇല്ല. ഗവൺമെന്റ് പറയുന്ന ആ ഒരു പോളിസിയിലോ അല്ലെങ്കിൽ പ്ലാനിലോ ഇവർക്ക് ഫോളോ ചെയ്യണം എന്നില്ല. ഇവർക്ക് എന്താ, ഗവൺമെന്റ് ഡെവലപ്മെന്റ് ടാർഗറ്റും ഗോൾസ് വെക്കും എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ചെയ്യും ഒരു ബ്രോഡ് ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് ടാർഗറ്റ് വെക്കും. പക്ഷെ പ്രൈവറ്റ് സെക്ടേഴ്സിന് എന്ത് ചെയ്യാം, അവിടുത്തെ മാർക്കറ്റ് ഫോഴ്സുകളൊക്കെ വെച്ച് നോക്കി അവരുടെ പ്രൊഡക്ഷൻ അവർക്ക് തന്നെ തീരുമാനിച്ചു പോകാം. ആ ടൈപ്പ് ഓഫ് പ്ലാനിങ് പ്രോസസ് ആണ് ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത്. പക്ഷേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇമ്പറാറ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ് എന്ത് ചെയ്യും, ഒരു പ്ലാൻ സെറ്റ് ചെയ്യും. ആ പ്ലാൻ സെറ്റ് ചെയ്ത ആ ഒരു പിന്നെ സ്കോപ്പ് അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി ഉണ്ടാവും. ആ ബൗണ്ടറിക്കകത്ത് നിന്നിട്ട് ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സും പ്രൈവറ്റ് പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ദ ഗവൺമെന്റ് ഹാസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ഓൾ എക്കണോമിക് ഓപ്പറേഷൻ. ആ രാജ്യത്തെ എല്ലാ എക്കണോമിക് ഓപ്പറേഷന്റെയും കംപ്ലീറ്റ് കൺട്രോൾ ആരുടെ കയ്യിലേക്കും, ആ ഗവൺമെന്റ് കയ്യിലേക്കും. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഗവൺമെന്റ് ഒരു പ്ലാൻ സെറ്റ് ചെയ്യും. ആ പ്ലാൻ രീതിയിൽ ആർക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള പ്ലേയേഴ്സുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈവൻ അവിടെ പ്രൈവറ്റ് സെക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവരെന്ത് ഫോളോ ചെയ്യേണ്ടി വരും, ഗവൺമെന്റിന്റെ സ്ട്രിക്റ്റ് പോളിസീസ് ആൻഡ് ചോയ്സുകൾ അവിടെ ഫോളോ ചെയ്യേണ്ടി വരും. അതാണ് ഇമ്പറാറ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ പ്ലാനിങ് ആണ്. ഗവൺമെന്റ് ടാർഗറ്റിംഗ് പോലും സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളവർക്ക് അവരുടെ പിന്നെ റിക്വയർമെന്റും ഡിമാൻഡും വെച്ച് മൂവ് ചെയ്യാം. ഇമ്പറാറ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഒരു പ്ലാൻ സെറ്റ് ചെയ്യും. ആ പ്ലാനിന്റെ ഉള്ളിൽ നിന്ന് തന്നെയായിരിക്കും ബാക്കി എല്ലാവരും വർക്ക് ചെയ്തത്. ഈവൻ പ്രൈവറ്റ് സെക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവരെന്ത് ഫോളോ ചെയ്യേണ്ടി വരും, ഗവൺമെന്റ് വെക്കുന്ന ആ പോളിസികളും ചോയ്സും അവർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അടുത്ത രീതിയിലോട്ട് പോകേണ്ടി വരിക. ഇനി ഉള്ളതാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു ആദ്യം പ്ലാൻ ചെയ്യുന്ന ഓരോ വർഷത്തേക്കാണ്. അതായത് ഈ ഒരു വർഷം ഒരു പ്ലാൻ ചെയ്യും,
ടാർഗറ്റും പിന്നെ റിസോഴ്സ് അലോക്കേഷനൊക്കെ വെക്കും. ഈ വർഷം കഴിയുമ്പോൾ അടുത്ത വർഷത്തേക്ക് വേറെ പ്ലാൻ ചെയ്യും. അതാണ് ശരിക്കും റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷെ ഡൈനാമിക് ആണ്, കാരണം ഓരോ വർഷം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് ഡൈനാമിക് ആണ്, പക്ഷെ കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ 2026 പ്ലാൻ ഉണ്ടെങ്കിൽ 2026 കഴിയുമ്പോൾ 2027 വേറൊരു പ്ലാൻ വെക്കും. അങ്ങനെ ആനുവലി പ്ലാൻ ചെയ്യുന്ന ഡൈനാമിക് ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്ലാനിംഗ് പ്രോസസ് ആണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ത്യയുടെ കേസാണ്, സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്ലാൻ വെക്കും. ആ പ്ലാൻ വെച്ച് രാജ്യത്തെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും മൂവ് ചെയ്യണം. അതാണ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതായത് ഇത് സെൻട്രലൈസ്ഡ് പ്ലാൻ എന്ന് പറഞ്ഞ എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രാറ്റജി ആണെന്ന് പറയാം. അതായത് ഒരു സിംഗിൾ അതോറിറ്റി ഉണ്ടാവും, യൂഷ്വലി ഗവൺമെന്റ് ആയിരിക്കും. അവരെന്ത് ചെയ്യും, എല്ലാ പിന്നെ എക്കണോമിക് ആക്ടിവിറ്റീസും അവർ പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ എല്ലാ മേജർ ഡെസിഷനും അവരെടുക്കും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ റിസോഴ്സുകൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, എന്ത് ഗൂഡ്സ് പിന്നെ എടുക്കും എന്നുള്ളത്. അപ്പോൾ ഒരു സെൻട്രൽ അതോറിറ്റി പ്ലാൻ വെക്കും. ആ പ്ലാൻ വെച്ച് അതായത് എല്ലാ ആക്ടിവിറ്റീസും നടക്കുക. അതാണ് സെൻട്രലൈസ്ഡ് പ്ലാൻ എന്ന് പറയുന്നത്. ശരിക്കും ടൈപ്പുകളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുള്ളൂ. ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കുന്നത് കുറവാണ്. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താ, ശരിക്കും നമ്മുടെ സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറയും. അതായത് ഇതൊരു ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. അതായത് സെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണെങ്കിൽ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. അതായത് മേലെ നിന്നൊരു കാര്യം തീരുമാനിക്കും, അത് നേരെ താഴത്തോട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. ഏറ്റവും താഴേക്കട ലെവലിൽ നിന്ന് കാര്യങ്ങൾ തീരുമാനിച്ച് എക്സിക്യൂട്ട് ചെയ്യും. അതിന്റെ ഓവറോൾ എഫക്റ്റ് അവിടെ കിട്ടും, ഇക്കണോമിക് കിട്ടും. ആണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് റീജിയണൽ അതോറിറ്റികൾ എന്ത് ചെയ്യും, അവരുടെ റീജിയന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും ഫോർമുലേറ്റ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കേസാണ്, നമ്മൾ കേരളത്തിന് ഒരു പ്ലാൻ ഉണ്ടാവും. അത് നമ്മുടെ കേരളത്തിന്റെ ഡിമാൻഡ് അല്ലെങ്കിൽ കേരളത്തിലെ എക്കണോമിക് കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് പ്ലാൻ ചെയ്യുക. അപ്പം നമ്മൾ കേരളത്തിലെ പ്ലാൻ ഉണ്ടാവും, തമിഴ്നാടിന് വേറൊരു പ്ലാൻ ഉണ്ടാവും. അങ്ങനെയാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ എക്കണോമിക് പ്ലാനിങ്ങിന്റെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ് ആണ്. ഇന്ത്യ എന്തുകൊണ്ടാണ് പ്ലാൻഡ് എക്കണോമി ആയത് എന്നുള്ളതാണ് ഇനി പഠിക്കാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം.